ഹായ് നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ? ഇന്നത്തെ വീഡിയോ കൗക്കോട് MMALP സ്കൂളിലെ ആനുവൽ ഡേൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല റിസൾട്ടാണ് തന്നത് എല്ലാവരും. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ വരുന്നത്. പക്ഷേ നമ്മൾ ഓൾറെഡി സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് പെൺകുട്ടികളുടെ ഒപ്പനയായിരുന്നു, രണ്ടാമത് ആൺകുട്ടികളുടെ ഒപ്പന കോൽക്കളി അങ്ങനെയായിരുന്നു. ഇവരൊക്കെ റയ്യുവിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. സെക്കൻഡ് പാർട്ട് നമ്മൾ ഇറക്കിയത് 16 മിനിറ്റ് വീഡിയോ ആയിരുന്നു. അതിൽ 10 മിനിറ്റ് വീഡിയോ ആണ് അപ്ലോഡായത്. അതേമാതിരി തേർഡ് പാർട്ട് നമ്മൾ ഇറക്കിയത് 18 മിനിറ്റ് വീഡിയോ ആണ്. അതിൽ നമുക്ക് 8 മിനിറ്റ് വീഡിയോ ആണ് അപ്ലോഡായത്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ 3 പ്രാവശ്യം അടുപ്പിച്ച് കോപ്പി റൈറ്റ് വന്നു കഴിഞ്ഞാൽ ചാനലിനെ ബാധിക്കും. തേർഡ് പാർട്ടിൽ റയ്യുവിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റയ്യുവിൻ്റെ കോൽക്കളി വീഡിയോ ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ഡിലീറ്റായി പോയി. അത് ഫുള്ള് കോപ്പി റൈറ്റാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ പരിപാടി കാണിച്ചിട്ട് അതിൻ്റെ മ്യൂസിക് ചേഞ്ച് ചെയ്തിട്ടാണ് കാണിക്കുക. പിന്നെ ഇതിൻ്റെ 4ാം പാർട്ടുണ്ട്. 4ാമത്തെ പാർട്ടിൽ അംഗനവാടി കുട്ടികളുടെ കുറച്ച് പരിപാടികളാണ്. അതിൽ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സംഭവം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ 3ാം പാർട്ടിൽ വന്ന വീഡിയോക്ക് കംപ്ലീറ്റ് മ്യൂസിക് ഇപ്പോൾ പോയ മട്ടാണ്. കാരണം വീഡിയോ ഇങ്ങനെ കാണും, ചാനലിൽ കാണും. ഫസ്റ്റ് ഒരു 3-4 മിനിറ്റ് മാത്രമേ അതിൻ്റെ മ്യൂസിക് ചാനലുള്ളൂ, പിന്നെ സൈലൻ്റ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഓക്കെ, കാര്യങ്ങൾ ഓക്കെ. ഒരു ഹായ് കാണിച്ചാളേ കേട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ബര ഉഷാറങ്ങിക്കില്ല കേട്ടോ. എങ്ങനെ ആവണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മക്കൾക്ക് ഇത് പഠിച്ചാൽ മനസ്സിലാവും. ശരിക്കും നിങ്ങൾക്ക് പാരൻസിന് ഇത് ചെറുപ്പത്തിൽ ഇങ്ങനെ ചാൻസിനെ പഠിച്ചില്ലേ? പലരും പഠിച്ചല്ലേ? ഇത് തൊഴിൽപരമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് വല്ല പേപ്പർ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ബെൽറ്റ് എടുത്തതിന് ശേഷം ഈ സ്കൂളിൻ്റെ പേപ്പർ മാനേജ്മെൻറ്റ് ഇവിടുത്തെ അധികാരപ്പെട്ടവർ തരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് UAE-ലും ഖത്തറിലും ബഹ്റൈനിലും ആഫ്രിക്കയിലും UK-ലും കാനഡയിലൊക്കെ ക്ലാസ്സുള്ളതാണ്. ഞങ്ങളെ പല ഇൻസ്ട്രക്ടർമാരും പുറത്താണ്. ഞങ്ങളെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാരുണ്ടാവും, ഇവിടെ ചിലവരുണ്ടാവും. ഉള്ളവരുണ്ടോ? അറിയില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിള്ളേർക്ക് ജോലിയുള്ള കേട്ടോ. ഞാൻ പഠിപ്പ് ഒഴിവാക്കാനല്ല, പഠിപ്പ് നമ്പർ 1. ബ്ലാക്ക് ബെൽറ്റ് എടുത്ത കുട്ടികളെ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് വിസയ്ക്ക് പൈസ പോലും കൊടുക്കാണ്ട് പുറത്തേക്ക് കൊണ്ടുപോകും. പഠിപ്പ് നമ്പർ 1 ആണ്. ഞാൻ വീണ്ടും പറഞ്ഞു, പഠിപ്പ് നമ്പർ 1 ആണ്. പഠിക്കാണ്ടല്ല പറയണത്. അപ്പോൾ ആ ഒരു ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ മക്കളെ ഞാനൊന്ന് ഏൽപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ എന്താണെന്നുള്ളത്. മാക്സിമം ട്രൈ ചെയ്യും നന്നാവാൻ വേണ്ടിയിട്ട്. പിന്നെ ചിലവരുണ്ടാവുമല്ലോ എന്ത് പറഞ്ഞാലും ചെയ്താലും കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറിയ തരത്തിലുള്ള ഏതൊരു അസുഖത്തിന് നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റും. അതിനെ നമ്പർ 1. ഭയങ്കര കരുത്തുള്ളത്. ശരിക്കും ട്രെയിനിങ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കോവിഡ് സമയത്തൊക്കെ പ്രാക്ടീസിനെ കുറിച്ചിട്ട്, എക്സസൈസിനെ കുറിച്ചിട്ട് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങളൊന്നും ശ്രദ്ധിക്കണില്ലേ? ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ. പിന്നെ കുട്ടികളുടെ കേസ് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടി എന്നൊക്കെ മാറിയിട്ട് നല്ല കൂട്ടുകെട്ടി നല്ല രീതിയിൽ കൂടെ ഒക്കെ പോകാനൊക്കെ അതൊക്കെ ഉപകരിക്കും. ചിലപ്പോൾ ഞങ്ങൾ പറയില്ലേ കരാട്ടെ പഠിക്കുന്നത് എങ്ങനെ വേണം എന്നുള്ളത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ പിടിച്ച് പുറത്താക്കും. ആദ്യം ഉപദേശിച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ പറയും, പിന്നെ വേണം പുറത്താക്കും. അപ്പോൾ അമ്മമാർക്ക് ഞാനൊരു ഉമ്മാടെ വാപ്പാടുന്ന അടി വാങ്ങിച്ച മകനല്ല. ഒരു ഉമ്മ കൊടുക്കാണ്ട് ഞാൻ പുറത്തേക്ക് പോലും ഇറങ്ങാറില്ല. ഇന്നടക്കം ഉമ്മാക്കൊന്നും ഉമ്മ കൊടുക്കാണ്ട് എൻ്റെ ഓർമ്മ വെച്ചപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങില്ല. ഇതൊരു അടി വാങ്ങിച്ചിട്ടില്ല വീട്ടിൽ നിന്ന്. നിങ്ങളൊക്കെ മക്കൾ അടിച്ചിട്ടുണ്ടാവില്ലേ? എൻ്റെ ഉമ്മാടെ വാപ്പാടുന്ന ഒരു അടി വാങ്ങിച്ചിട്ടില്ല. അത് ഇവർക്ക് അറിയണതാ. ഒരടി തരം വാങ്ങിച്ചിട്ടില്ല എൻ്റെ ഉമ്മാടെ വാപ്പാടായിരുന്നു. അത്ര അനുസരണയാണ്. മാതാപിതാക്കളുടെ അടുത്തൊക്കെ പ്രത്യേക സെറ്റപ്പാ. അത് വന്ന് എൻ്റെ ഉമ്മാനെ കാണിച്ച് ചോദിച്ചാൽ മതി എന്നെ കുറിച്ചിട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണു, കേൾക്കണ്ടാ? ഞാൻ പറയാറുണ്ട് കുട്ടികളോട്. പാരൻസിൻ്റെ കേസ് നിങ്ങളോട് പറയാറുണ്ട്, പഠിക്കുന്നവർ പറയാറുണ്ടോ? അപ്പോൾ മനസ്സിലായില്ലേ? മാക്സിമം നോക്കുക. ഇവിടെ ഒരു സൗകര്യമുണ്ട് സ്കൂളിൽ നിന്ന്, മാനേജ്മെൻ്റ് ഒക്കെ ഫുൾ സപ്പോർട്ടാണ്. മറ്റേ ഇപ്പം ഇന്ന് റിട്ടയർഡ് ടീച്ചറൊക്കെ പോകുന്നത് വലിയ നഷ്ടമാണ്. ടീച്ചർ ഭാഗത്തുണ്ടോ? ടീച്ചറാ നിങ്ങളൊക്കെ പോകണമെന്ന് ഭയങ്കര സത്യമായിട്ടാ. ഞങ്ങൾ വേറെ സ്കൂളിൽ ഇന്നലെ ഞാൻ പാലക്കാടായിരുന്നു. ആ ടീച്ചർ പ്രിൻസിപ്പൾ അച്ഛൻ കൊണ്ട് സ്കൂളിൻ്റെ അവസ്ഥയിലിരിക്കുക. അപ്പോൾ ഇൻഷാല്ലാ വേറെ സമയത്ത് കാണാം. ഞാൻ മനസ്സിലായില്ലേ? അടുത്തുള്ള കുട്ടികളുണ്ടാവില്ലേ പഠിക്കാൻ? എന്താ
ഉണ്ടല്ലേ? ഉള്ളവർ നിർത്തരുത് കേട്ടോ. എന്നിട്ട് അവർ വലുതാകുമ്പോൾ കാണിച്ചു കൊടുക്കണം പഠിക്കാത്ത പാരൻസിന് മക്കൾക്ക് എങ്ങനെയാണെന്നുള്ളത്. ഭയങ്കര ടെൻഷനായിരിക്കും കാണുമ്പോൾ. ഇപ്പോൾ വേൾഡ് റെക്കോർഡിന് സർട്ടിഫിക്കറ്റ് കിട്ടും, ലോക റെക്കോർഡിന് സർട്ടിഫിക്കറ്റ് കുട്ടികൾക്ക് കിട്ടും. അത് കിട്ടുമ്പോൾ കിട്ടാത്തവർക്കുള്ള വിഷമമുണ്ട്, പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? അത് ഗ്രൂപ്പിൽ സർട്ടിഫിക്കറ്റ് വരും, ലോക റെക്കോർഡാ. അത് എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും ലോക റെക്കോർഡ്? خد مرتي تعتم بلا لطافتي بشر